JCC കപ്പിൾ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ കോട്ടം സിനിമ കണ്ടു. രാവിലെ തന്നെ കാണാൻ പറ്റി. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. വിജയ് ഫാൻസൊക്കെ വന്ന് നല്ല രീതിയിലൊരു ഓളം സൃഷ്ടിക്കാൻ പറ്റി തിയേറ്ററിൽ. അത്യാവശ്യം നല്ലൊരു വൈബിലായിരുന്നു തിയേറ്ററിൽ സിനിമ കാണുമ്പം. പക്ഷേ പേഴ്സണലി സിനിമയെ സംബന്ധിക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഇത് വളരെ അധികമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു ആവറേജ് മൂവി, വൺ ടൈം വാച്ച് ഓക്കെയാണ്. അപ്പോൾ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട്. നമ്മൾ ലാഗ് അടിപ്പിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് സങ്കടം വരികയോ അയ്യോ നഷ്ടമായിപ്പോയി ഈ പൈസ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ എന്നാലും ഒരു നമ്മൾ എക്സ്പെക്റ്റേഷൻ കൊടുത്തേക്കുന്ന ലെവലിൽ നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. അത് ഈ സിനിമയുടെ വലിയൊരു പോരായ്മയാണ്. കാര്യം അവർ അത്രമാത്രം ഹൈപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാലോ. ഒരുപാട് വെങ്കട് പ്രഭു വിജയ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ വിജയുടെ ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് മൂവി എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പം അത്രമാത്രം ഹൈപ്പ്, അതുപോലെ ഓരോ സെക്കൻഡും ട്രെയിൻ ട്രാവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള റൂമർ, അത് റൂമറാണ് കേട്ടോ, അതില്ല ട്രെയിൻ ട്രാവലല്ല പടം, ടൈം ട്രാവലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് ഒരു റൂമർ മാത്രമാണ്. അപ്പോൾ അങ്ങനൊരു ഹൈപ്പിൽ വന്ന പടമായതുകൊണ്ട് ഇത് നമ്മൾ ഒരുപാട് പ്രതീക്ഷ വെച്ചു. പക്ഷേ അത് കണ്ടപ്പോൾ എനിക്കത് പേഴ്സണലി ഫീലായില്ല. കാര്യം വെങ്കട് പ്രഭു എന്ന ഡയറക്ടർ നമുക്കറിയാം. ആനാട് എന്നൊരു സിനിമ എടുത്ത് വെച്ചിട്ട് പുള്ളി അതിനകത്ത് അത്ര ഗംഭീരമായിട്ട് ഓരോ സിംഗിൾ ഷോട്ടും പുള്ളി അതിനകത്ത് എടുത്ത് വെച്ചേക്കുന്നത് നമുക്ക് അത്രമാത്രം ഗംഭീരമായിട്ടാണ്. നമുക്കത് തോന്നില്ല. കറക്റ്റ് നമ്മൾ ആ സിനിമയിൽ ഇഴുകി ചേർന്ന് പോകുന്ന ഒരു സിനിമയായിട്ട് നമുക്ക് മാനാട് തോന്നി. അതുപോലെ മങ്കാത്ത, അതുപോലെ ഇതുപോലെ കറപ്ഷനൊക്കെ ഇട്ട് നല്ല ഗംഭീരമായിട്ട് ചെയ്തതാണ്. അപ്പം പുള്ളിയുടെ മറ്റു പടങ്ങളെല്ലാം, എല്ലാ പടങ്ങളും അതുപോലെ നമുക്ക് ഫീൽ. പക്ഷേ ഇതിനകത്ത് ആ പടങ്ങളെല്ലാം കണ്ടിട്ട് വന്നിട്ട് ഈ പടം കാണുമ്പോൾ നമുക്കെന്തോ ഒരു ഇറിറ്റേഷൻ ഫീൽ ആവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ വിജയുടെ കേസ് എന്ന് പറഞ്ഞാൽ വിജയ് ഈ പഴയ മൂവി, ഇപ്പോൾ ലിയോ ആണെങ്കിലും അതിന് മുമ്പുള്ള മൂവീസ് ആണെങ്കിലും നമുക്ക് എന്നെ പേഴ്സണലി അത്രമാത്രം സാറ്റിസ്ഫൈ ചെയ്യാത്ത മൂവീസാണ് ഈ പറഞ്ഞ കഴിഞ്ഞ ലിയോ ആണെങ്കിലും അതിന് മുമ്പുള്ള പടങ്ങളാണെങ്കിലും. പക്ഷേ എന്നാലും അത് ഒരു ഓക്കെയാണ്. പക്ഷേ ഇതേ കമ്പയർ ടു അത് വരുവാണെങ്കിൽ അതൊക്കെ ഏറ്റവും സൂപ്പർ എന്ന് ഞാൻ പറയും. മനസ്സിലായില്ല. അങ്ങനൊരു ഇതിലേക്കാണ് ഈ സിനിമ നിൽക്കുന്നത്. ഓക്കെ, ഞാൻ ഈ പടത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ വിജയ് ഇതിനകത്തൊരു ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെ ആളായിട്ടാണ് വരുന്നത്, ഒരു ഓഫീസറായിട്ടാണ് വരുന്നത്. ഒരു സെയിം നമ്മൾ പണ്ടൊക്കെ കണ്ട അതേ പാറ്റേണിലുള്ളൊരു കഥ, ആ കഥയെ കൊണ്ടുപോകുന്ന രീതിയാണ് വരുന്നത്. അത് വരുന്ന എക്സ്ട്രാ എന്ന് വെച്ചാൽ DAGing എന്നുള്ള സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ വിജയ് തന്നെ രണ്ട് രീതിയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഇതിലൊരു ഫ്ലാഷ് ബാക്ക് സീനിലോട്ടാണ് പോകുന്നത്. ഒരു സ്ഥലത്ത് ഒരു ഓപ്പറേഷനായിട്ട് പോകുന്നു. അവിടെ ഓപ്പറേഷൻ കഴിയുമ്പോൾ അവിടെ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നു. ആ ഇൻസിഡൻറ്റിലൂടെയാണ് ഫസ്റ്റ് DAGing നമ്മൾ കാണുന്നത്, വിജയകാന്തിൻ്റെ ട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. പക്ഷേ അതൊന്നും എനിക്ക് വളരെ പേഴ്സണലി നന്നായിട്ട് തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് എക്സാമ്പിൾ എല്ലാം കാണിക്കുന്നത് തന്നെ വിജയുടെ ഫാമിലിയായിട്ട് പോകുമ്പോൾ ഫാമിലിയെ നഷ്ടപ്പെടുന്നു, ഫാമിലിയുടെ മകനെ നഷ്ടപ്പെടുന്നു. അവിടുന്ന് കഥ മുന്നോട്ട് പോകുന്നു. ഇൻട്രോയിലാകുമ്പോൾ സെയിം, അത് നമ്മൾ ഊഹിക്കാവുന്ന കഥയാണ്. ഇതിനെല്ലാം പ്രഡിക്റ്റബിളാണ്. ഇതിനകത്തൊന്നും പ്രഡിക്റ്റബിളായിട്ട് നമുക്ക് ഒരു സസ്പെൻസിബിളായിട്ട് നമുക്ക് തോന്നില്ല. അത് ആകപ്പാടെ എനിക്ക് ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഞാൻ എൻ്റെ പ്രഡിക്ഷൻ എനിക്ക് ശരിയാക്കാൻ പറ്റിയില്ല. കാര്യം അതിനകത്ത് ഒരു റിവീലിംഗ് ഉണ്ട്. ആ റിവീലിംഗ് നമുക്ക് പെട്ടെന്ന് എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് ആകെ അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. പക്ഷേ അത് കൊള്ളാം, അത് മാത്രമാണ്. പിന്നെ ഇതിനകത്ത് ത്രൂ ഔട്ട് നല്ലൊരു കോമഡി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കോമഡീസാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ആക്ഷൻസൊക്കെ നമുക്കറിയാം, വിജയ് പടങ്ങളിലുള്ള ആക്ഷൻസ് അതേപോലെയുള്ള ഒരു റിപ്പീറ്റ് കോമഡി സാധനങ്ങൾ, ആ ഒരു റിപ്പീറ്റ് വാല്യൂ ഉണ്ടല്ലോ, ഒരു വിജയ് ആക്ഷൻ, ഒരു ഗംഭീര ആക്ഷൻസ് ഒക്കെ ആ ഒരു സാധനം അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ പാട്ട്, മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വളരെ ആവറേജ് ആയിട്ട് തന്നെ പോയിട്ടുള്ളത്. അതൊന്നും വളരെ ഗംഭീരമായിട്ട്, പ്രത്യേകിച്ച് പാട്ടാണെന്ന് പറഞ്ഞാൽ സാധാരണ വിജയ് മൂവീസിൽ പാട്ടുകൾക്ക് പ്രത്യേകം ഒരു സ്ഥാനം കിട്ടുന്നതാണ്. എല്ലാം നല്ല ഹിറ്റ് ലിസ്റ്റിലായിട്ട് ട്രെൻഡിങ് ഒക്കെ ആയിട്ട് പോകുന്നത്. പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നിയില്ല അങ്ങനെ തിയേറ്ററിൽ അത്രമാത്രം ഓളമൊന്നും കാണിക്കാൻ ആ തിയേറ്ററിൽ സാധനം പറ്റില്ല. കാരണം നമ്മൾ ലിയോ ഒക്കെ കാണാൻ പോയ സമയത്ത് അതിനകത്ത് ഒരു പാട്ടിനൊക്കെ നമ്മളെല്ലാവരും ഇറങ്ങി ഡാൻസൊക്കെ ചെയ്ത സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും അവിടെ ഇരുന്നിട്ട് തന്നെ ഇരുന്നു പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുന്നു എന്നല്ലാതെ ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ അതിനകത്ത് പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു ആവറേജ് മായിട്ട് ഒരു സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ ഇരുത്താനുള്ളതുണ്ട്. കാരണം സെക്കൻഡ് ഹാഫിലാണ് നമ്മുടെ ഇളയ ദളപതി വിജയുടെ ഫുൾ അഴിഞ്ഞാട്ടം വരുന്നത്. അപ്പോൾ അച്ഛനും മോനും നമ്മൾ അഴിഞ്ഞാട്ടമാണ് സെക്കൻഡ് ഹാഫിൽ വരുന്നത്. പക്ഷേ DAGing അവർ 40 കോടി രൂപയൊക്കെയാണ് ഇതിന് ചിലവാക്കി നടന്നത്. പക്ഷേ 40 കോടി രൂപ എന്തിനാണ് ചിലവാക്കിയെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി ആ ഇളയ ദളപതിയായിട്ടുള്ള, അതായത് ഒരു ഏജായിട്ടുള്ള മകനായിട്ടുള്ള ആ ഒരു വിജയുടെ DAGing നന്നായിട്ട് വർക്കൗട്ടായിരുന്നു. പക്ഷേ ഇതേ വിജയുടെ ഒരു ടീനേജ് കാലം കാണിക്കുന്നുണ്ട്. വളരെ മോശമായിട്ട് അത് തോന്നി. അതൊക്കെ എന്തിനാണ് എനിക്കറിയില്ല. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോമഡി എന്ന് വെച്ചാൽ നമ്മളെ വിജയ് കേരളത്തിൽ വന്ന് ട്രിവാൻഡ്രത്ത് വന്ന് കണ്ടായിരുന്നല്ലോ നമ്മളെ വാർത്തയൊക്കെ, കാറിൻ്റെ ഡോറ് പോകുന്നു, മറ്റേതൊന്നും ഇന്ത്യയുടെ മേളിൽ കയറി ഹായാണ്. ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് ട്രിവാൻഡ്രത്ത് വന്ന് ഷൂട്ട് ചെയ്ത ആ ഒരു ക്ലൈമാക്സ് സീൻ,
ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ സീൻ. എൻ്റെ ദൈവമേ, എന്നെ അവരാതെ വന്നത് അറിയുക കാണിച്ചു വെച്ചേക്കുന്നത്. നിങ്ങൾ കാണണം, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് വളരെ ഇത്രയും അപരാധം പിടിച്ച ഒരു ക്ലൈമാക്സിൻ്റെ ആ ഒരു വിഷ്വൽസ് വളരെ മോശമായി പോയിട്ടുണ്ട്. അതിനകത്ത് ആകപ്പാടെ എനിക്ക് തോന്നിയത് വെങ്കട് പ്രഭുവിൻ്റെ തല ചെന്നൈ ടീം IPL ടീമിനോടുള്ള ഒരു ഫാൻ ബോയ് എന്നുള്ള രീതിയിലുള്ള ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തല ധോണിയുടെ കാര്യവും കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ഫാൻ ബോയ് എന്നുള്ള രീതിയിൽ പുള്ളി കാണിച്ചായിട്ട് എനിക്ക് തോന്നുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതെല്ലാം പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് എല്ലാവരും ഇത് പോയി കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.